ചെന്നൈ മറീന ബീച്ചിലെ MGR സമാധിയിലേക്കുള്ള വിശാലവും മനോഹരവുമായ പ്രവേശന കവാടമാണിത്. AIADMKയുടെ ചിഹ്നമായ രണ്ടില അതിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. നിത്യവും ഈ കവാടം കടന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. തമിഴ്നാടിൻ്റെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ 3 അക്ഷരം MGR. മരുത്തൂർ ഗോപാലൻ രാമചന്ദ്രൻ MGR. 1917 ജനുവരി 17 ശ്രീലങ്കയിൽ ഒരു മലയാളി കുടുംബത്തിൽ മേലകത്ത് ഗോപാലമേനോൻ്റെയും സത്യഭാമയുടെയും പുത്രനായി MGR ജനിച്ചു. MGRന് 2.5 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. താമസിയാതെ സഹോദരിയും മരിച്ചു. അതിനുശേഷം അമ്മയായ സത്യഭാമ മക്കളെയും കൂട്ടി ശ്രീലങ്ക വിട്ട് പാലക്കാട്ടെത്തിയെങ്കിലും അവിടെ തുടരാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അവർ തമിഴ്നാട്ടിലെ കുംഭകോണത്ത് എത്തുന്നു. അവിടെയായിരുന്നു MGRൻ്റെ പഠനത്തിനൊപ്പം നാടക അഭിനയവും മുന്നോട്ട് കൊണ്ടുപോയി. താമസിയാതെ തമിഴ് മക്കളുടെ മനസ്സിൽ MGR എന്ന നടൻ ഉദിച്ചുയർന്നു. തമിഴ് സിനിമാ ലോകത്ത് തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ച ശേഷം 1972 MGR അണ്ണാ എന്ന് വിളിപ്പേരുള്ള അണ്ണാദുരൈയുടെ DMKയിൽ ചേരുന്നു. അണ്ണാദുരൈയുടെ മരണശേഷം DMK വിട്ട് സ്വന്തം പാർട്ടിയായ ആൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം AIADMK രൂപീകരിച്ചു. 1977 തിരഞ്ഞെടുപ്പിൽ AIADMK മുന്നണി തമിഴ്നാടിൻ്റെ ഭരണം പിടിച്ചെടുത്തു. MGR മുഖ്യമന്ത്രിയായി. ശേഷം മരണം വരെ അദ്ദേഹം ആ പദവിയിൽ തുടർന്നു. തികഞ്ഞ മുരുകഭക്തനായിരുന്നു MGR. ദേവസേനാപതിയായ മുരുകൻ എന്നും MGRനൊപ്പം ഉണ്ടായിരുന്നു എന്ന് മക്കൾ വിശ്വസിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയനായ മുഖ്യമന്ത്രിയായിരുന്നു മക്കൾ തിലകം MGR. ഒരഭിനേതാവെന്ന നിലയിൽ ദേശീയ പുരസ്കാരമടക്കം അനേകം പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കിഡ്നി സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്ന അദ്ദേഹം 1987 ഡിസംബർ 24 തമിഴ് മക്കളെ ദുഃഖത്തിലാഴ്ത്തി ഈ ലോകത്തു നിന്ന് യാത്രയായി. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ മനം നൊന്ത അനേകം തമിഴ് മക്കൾ ആത്മഹത്യ ചെയ്തു. ഒരു ഭരണാധികാരി ജനനന്മയ്ക്കായി പ്രവർത്തിച്ചാൽ ജനം അദ്ദേഹത്തെ മനസ്സിൽ സൂക്ഷിക്കുമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് MGR. അദ്ദേഹത്തെ ഇന്നും തമിഴ് മക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്നു. അവരുടെ മനസ്സിൽ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. ദിവസവും ആയിരങ്ങൾ ഈ സമാധിയിലെത്താറുണ്ട്. അണയാത്ത ദീപം പോലെ ഇന്നും തമിഴ് മക്കളുടെ മനസ്സിൽ MGR ജീവിക്കുന്നു. ആയിരത്തി 1988 മാർച്ച് 19 രാജ്യം പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി MGRനെ ആദരിച്ചു. പ്രിയപ്പെട്ടവരെ,
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സ്നേഹിതർക്ക് ഈ ചാനൽ പരിചയപ്പെടുത്തുക. നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.